എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി നമുക്ക് എപ്പോൾ ലഭിക്കും എന്ന് അറിയാനായിട്ട് നമ്മളുടെ മൊബൈൽ ഫോൺ വഴിയും അവസരമുണ്ട്. സോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ജോലി ലഭിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് സീനിയോറിറ്റി. സോ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക, eemployment.kerala.gov.in. സോ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് നിരവധി ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് സീനിയോറിറ്റി ലിസ്റ്റ് എന്ന ഓപ്ഷനാണ്. സീനിയോറിറ്റി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണോ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പേര് സെലക്ട് ചെയ്യുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വർഷം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷവും അതിനുശേഷം ക്യാപ്ച ടൈപ്പിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജില്ലയിൽ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഓരോ പോസ്റ്റുകളുടെ ലിസ്റ്റും അവയുടെ സീനിയോറിറ്റിയും കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ എത്രാമതാണ് സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ രജിസ്റ്റർ നമ്പർ വെച്ചും ഇവിടെ സെലക്ട് ചെയ്ത് നമ്മുടെ സീനിയോറിറ്റി കാണാനായിട്ട് ഓപ്ഷനുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.